ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് എഗ് ബ്രെഡ് ടോസ്റ്റ് ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ബ്രെഡ് എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് ഒരു എന്തെങ്കിലും ഒരു ടിന്നിന്റെ അടപ്പോ എന്തെങ്കിലും വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഒരെണ്ണത്തിന്റെയാണ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റണുള്ളൂ കേട്ടോ. ഇത് ഇങ്ങനെ വെക്കാനുള്ളതാണേ. അപ്പോൾ ഇങ്ങനെ ഇതെല്ലാതും ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കാം. ഇതിങ്ങനെ ഒരു സെറ്റ് ആയിട്ടാണ് ഇരിക്കേണ്ടത്. അപ്പോൾ ഇതുപോലെ നമുക്ക് എല്ലാതും കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതെല്ലാതും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് എഗ് ബ്രെഡ് ടോസ്റ്റ് ഉണ്ടാക്കാൻ തുടങ്ങാം. പാൻ നല്ലപോലെ ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കാം. ഇനി ഇതിനകത്തേക്ക് ഈ ബ്രെഡൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇതിന്റെ മുകളിലേക്ക് നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ച ആ ഒരു ബ്രെഡ് ഉണ്ടല്ലോ, അത് വെച്ച് കൊടുക്കാം. ചിലതൊക്കെ സൈസ് നല്ല വ്യത്യാസം കേട്ടോ. ബ്രെഡ് ഒരേ പാക്കറ്റിൽ നിന്ന് തന്നെയാണ് എടുത്തതെങ്കിലും ചിലതിൻ്റെയൊക്കെ സൈസ് വ്യത്യാസം വന്നിട്ടുണ്ട്. ഇതെല്ലാ ബ്രെഡും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന്റെ ഉള്ളിലേക്ക് ഓരോ മുട്ട പൊട്ടിച്ചൊഴിക്കാം. അപ്പൊ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് കുക്ക് ചെയ്തെടുക്കുക കേട്ടോ. ഇതൊക്കെ നല്ല വലിയ മുട്ടയാണ്, വേണമെങ്കിൽ രണ്ടെണ്ണമായിട്ട് ഉപയോഗിക്കാമെന്ന് തോന്നുന്നു. ചിലപ്പോൾ ഇത് പുറത്തേക്ക് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് എല്ലാ മുട്ടയും പൊട്ടിച്ചൊഴിച്ചു കൊടുത്തിട്ടുണ്ട്. വേണ്ട, ഞാൻ പറഞ്ഞില്ലേ പുറത്തേക്ക് വരാൻ ചാൻസ് ഉണ്ടെന്നത്. വേണ്ട, ഇവിടെ കുറച്ച് പുറത്തേക്ക് വന്നിട്ടുണ്ട്. കാരണം അത് അതിൻ്റെ മുട്ട നല്ല വലിയ മുട്ടയായിരുന്നു, അത് കാരണമുണ്ടാണ്. അപ്പോൾ ഇനി ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് പച്ചക്കറികളൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ആദ്യം ചേർക്കണത് കുറച്ച് സവോളയാണ്. ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കുക കേട്ടോ. പിന്നെ കുറച്ച് തക്കാളി, പിന്നെ കുറച്ച് ക്യാപ്സിക്കം, പിന്നെ കുറച്ച് ക്യാരറ്റ്. അപ്പൊ ഇതെല്ലാം പച്ചക്കറികളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലായിട്ട് കുറച്ച് ചീസ് ഇട്ട് കൊടുക്കാം. ചീസ് ഗ്രേറ്റ് ചെയ്തോ അല്ലാണ്ട് ചീസ് മുഴുവനായിട്ടോ എങ്ങനെ വേണേലും വെച്ച് കൊടുക്കാം കേട്ടോ. ഞാനിതിപ്പോൾ ഒരു ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുകയായിരിക്കും. നിങ്ങളുടെ കുട്ടികൾക്കൊക്കെ ചീസൊക്കെ കഴിക്കാൻ നല്ല ഇഷ്ടമാണെങ്കിൽ കുറേയൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. ചില കുട്ടികൾക്കൊന്നും ചീസൊന്നും അത്ര ഇഷ്ടം ഉണ്ടാവില്ല. ഇനി കുറച്ച് കുരുമുളക് ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇത് നമ്മൾ ആദ്യം കട്ട് ചെയ്ത് മാറ്റി വെച്ചില്ലേ, അത് വെച്ച് ഇതിന്റെ മുകളിൽ കൂടെയൊക്കെ ഒന്ന് വെച്ചു കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇതൊരു 2 മിനിറ്റ് സമയത്തേക്ക് ഒന്ന് മൂടി വെക്കാം കേട്ടോ. ഇനി ഇതൊന്ന് മറച്ചിട്ട് കൊടുക്കാം കേട്ടോ. ഇതൊന്ന് മറച്ചിട്ട് കൊടുക്കാം. നല്ലൊരു ഗോൾഡൻ കളർ ആകുമ്പോഴത്തേനും മറച്ചിട്ടുള്ളൂ കേട്ടോ. ഞാനിതിപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി ഇതിന്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയിപ്പോയി. എന്നാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. കണ്ടോ, എല്ലാ ബ്രെഡ് ടോസ്റ്റും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള എഗ് ബ്രെഡ് ടോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. രാവിലെയൊക്കെ നല്ല എളുപ്പത്തിൽ നമുക്ക് കുട്ടികൾക്കൊക്കെ വേണമെങ്കിൽ കൊടുത്തു വിടാം.
അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻസിലൂടെ അറിയിക്കുക. അപ്പോൾ നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ഐഷാസ് ക്രിയേഷൻസ്.